നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലില്ലേ, അതില് ഗാന്ധിജീനെ അല്ലാണ്ട് നിങ്ങൾ വേറൊരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആരെ സജസ്റ്റ് ചെയ്യും? എന്നെ എന്താ റീസൺ എന്താ? അല്ല, ഞാന് സാധാരണ ഗാന്ധിജിയുടെ ആ നോട്ടിലാണല്ലോ എല്ലാവർക്കും ഒരു വില. എന്റെ ഫോട്ടോ വരുമ്പോ എന്റെ ആ ഒരു നോട്ടിന് എല്ലാരും വില മതിക്കും. ഇപ്പൊ കിട്ടാത്ത വില അപ്പൊ കിട്ടുമല്ലോ. ഓക്കെ, മോദിജി. ജവഹർലാൽ നെഹ്റു. ഓക്കെ ആണ്. നമ്മള് രണ്ടുപേരും അലി നന്മകൾ ഒരുപാട് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാരും ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന ഒരു ടൈമില് ഒരു രാത്രി സമയത്താണ്. ആ സമയത്തും സെക്യൂരിറ്റിനെ വിളിക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോ അദ്ദേഹം ഉറങ്ങിക്കെടുക്കാവെന്ന് പറഞ്ഞ മഹത്ത് വ്യക്തിയാണ് ഇയാൾ. ആണല്ലേ? ഉറങ്ങിക്കോട്ടെ, ആള് ഉറങ്ങിക്കോട്ടെ, ഡിസ്റ്റർബ് ചെയ്യണ്ട. ലിഫ്റ്റില് 3 മണിക്ക് 4 ആളെ കുടുങ്ങി കിടക്കും. അതൊന്നും ഒരു പ്രശ്നമായി കാണാതെ സെക്യൂരിറ്റി കിടന്നുറങ്ങട്ടെ എന്ന് മാത്രം ചിന്തിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ സ്വാതന്ത്ര്യ സമരത്തില് ഇഷ്ടംപോലെ പോരാളികള് രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചിട്ടുണ്ട്. ഭഗവത് സിംഗ് ഒന്ന്, പിന്നെ മറ്റേ നമ്മളെ മഹാരാഷ്ട്ര ആ ഭാഗത്തിലോ കീഴടക്കിയ ശിവാജി ഛത്രപതി, പിന്നെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഫ്രെയിം ചെയ്ത അംബേദ്കർ. അത് എങ്ങനെ പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഓരോ നോട്ടിന്റെ കറൻസിയില് ഓരോ ആൾക്കാരെ ഫോട്ടോ ആയിട്ട് വെക്കണം. ഗാന്ധിജിയെ ഒഴിവാക്കണമല്ലോ, ആ ഒരു രീതിയാണ് നമ്മുടെ തീരുമാനം. APJ അബ്ദുൽ കലാം നിർബന്ധമായിട്ടും പുതിയ വരുന്ന ഈ നോട്ടുകൾ എന്തായാലും കൊടുക്കേണ്ടത് തന്നെയാണ്.